ചമ്രവട്ടം പാലത്തിൽ നിന്നുള്ള ഉദയസൂര്യൻ്റെ മനോഹരമായ ഈ കാഴ്ചയും കണ്ടുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്ര കൊച്ചിയിലേക്കാണ്. ദേശീയപാത വികസനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന NH-66 ഞങ്ങളുടെ യാത്ര. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പലയിടത്തും ചെറിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പഴയ മുസിരിസിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന കൊടുങ്ങല്ലൂരും പെരിയാർ തീരവും വടക്കൻ പറവൂരുമെല്ലാം പിന്നിട്ട് ഞങ്ങൾ കൊച്ചിയിലെത്തി. ഇവിടെ ഞങ്ങൾ ആദ്യം പോയത് പാലാരിവട്ടത്തുള്ള ഒരു ഗാർമെൻറ് ഷോപ്പിലേക്കാണ്. പെരുന്നാളിനുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് ഞാനും സുഹൃത്തുക്കളും. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം നെടുമ്പാശ്ശേരിയിലെ ഒരു റെസ്റ്റോറൻ്റാണ്. ലുലു മെട്രോ സ്റ്റേഷൻ്റെയും ലുലു മാളിൻ്റെയും കാഴ്ചകളാണ് ഈ കാണുന്നത്. MA യൂസുഫ് അലിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാൾ പ്രോജക്റ്റ് കൂടിയാണ് ഇത്. മെട്രോ പില്ലറുകളും മെട്രോ സ്റ്റേഷനുകളും പിന്നിട്ട് ഞങ്ങളുടെ വാഹനം നെടുമ്പാശ്ശേരി ലക്ഷ്യമാക്കി നീങ്ങി. നിലവിൽ തൃപ്പൂണിത്തുറ മുതൽ ആലുവ വരെ 27 കിലോമീറ്റർ നീളത്തിലാണ് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. 25 സ്റ്റേഷനുകളാണ് നിലവിൽ കൊച്ചി മെട്രോക്കുള്ളത്. പിങ്ക് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നാം ഘട്ടത്തിൽ ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരി വഴി അങ്കമാലി വരെ 18 കിലോമീറ്റർ നീളത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ പദ്ധതി. എയർപോർട്ടിലേക്കുള്ള റോഡുകൾ മികച്ച രീതിയിൽ പണിതിട്ടുള്ളവയാണ്. എയർപോർട്ടിൻ്റെയും എയർപോർട്ടിൻ്റെ വൈദ്യുതിക്കാവശ്യമായിട്ടുള്ള സോളാർ പാടത്തിൻ്റെയും ദൂരെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പൂർണ്ണമായും സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ട് കൂടിയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജിബ്നാസ് കഫേ എന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കാണുമ്പോൾ തന്നെ ഇത് ആരുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേക്കാം. റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകൾ പകർത്താൻ ക്യാമറയുമായി ഞാൻ മുകളിലേക്ക് ചെന്നു. വലിയ ഒരു ബോട്ടിൻ്റെ ഡെക്കിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇതിൻ്റെ റൂഫ് ടോപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും നോക്കിയാൽ എയർപോർട്ടിൻ്റെ റൺവേയുടെ ദൃശ്യം അടുത്തു നിന്നും കാണാവുന്നതാണ്. എയർപോർട്ടിൻ്റെ ലോഞ്ചിൽ പോലും ഇത്ര വ്യക്തമായി റൺവേ ദൃശ്യം കാണാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. വിമാനം പറന്നിറങ്ങുന്നതിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഇതുപോലൊരിടം കേരളത്തിലുണ്ടോ എന്നത് സംശയമാണ്. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റെസ്റ്റോറൻറ്റ്. മലയാളികൾക്ക് സുപരിചിതനായ ഒരു യൂട്യൂബറാണ് ഇദ്ദേഹം. തൗഫീഖ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ ജിബ്നാസ് കഫേ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാലേ മലയാളികൾക്ക് ഇദ്ദേഹത്തെ അറിയുകയുള്ളൂ. ഇപ്പോൾ ഒരു വിമാനം റൺവേയിൽ ടേക്ക് ഓഫിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൺവേയിൽ നിന്നും ഇത് അതിവേഗം ആകാശത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്താനുള്ള ശ്രമത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ. നോമ്പ് തുറക്കാനുള്ള സമയമായതിനാൽ ഞങ്ങൾക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ജീവനക്കാർ. ഇതിനിടയിൽ ഒരു വിമാനം റൺവേയിൽ പറന്നിറങ്ങുന്നതിൻ്റെ കാഴ്ചയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് തൗഫീഖും സഹപ്രവർത്തകരും. വൈകുന്നേരങ്ങളിലെ ഇവിടുത്തെ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. കുങ്കുമച്ചുവപ്പണിഞ്ഞ ആകാശത്തു നിന്നും ഒരു യന്ത്രപക്ഷി കണക്കെ ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്ന വിമാനത്തിൻ്റെ കാഴ്ചകളും ആസ്വദിച്ചു കൊണ്ട് നോമ്പ് തുറക്കാൻ ലഭിച്ച ഈ അവസരം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സായാഹ്നങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നോമ്പ് തുറന്നതിന് ശേഷം തൊട്ടടുത്ത പള്ളിയിൽ പോയി ഞങ്ങളുടെ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു വന്നു. നേരത്തെ കണ്ട കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴുള്ള റെസ്റ്റോറൻറ്റിനകത്തെ കാഴ്ചകൾ. ഞാൻ ക്യാമറയുമായി റൂഫ് ടോപ്പിലേക്ക് നടന്നു. റൂഫ് ടോപ്പിൽ LED ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആകാശത്തെ ഇരുട്ടിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് വെളിച്ചത്താൽ തിളങ്ങി നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവമായ ചട്ടി ബിരിയാണിയും ഷവായ ചിക്കനുമാണ് ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജീവനക്കാർ ഞങ്ങൾക്കുള്ള ഭക്ഷണം വിളമ്പുന്ന തിരക്കിലാണ്. ഞങ്ങൾക്കുള്ള ബിരിയാണി തീന്മേശയിൽ നിരന്നു കഴിഞ്ഞിരിക്കുന്നു.
മലബാർ ബിരിയാണിയുടെയും പാലക്കാട്ടെ റാവുത്തർ ബിരിയാണിയുടെയും സമ്മിശ്രമായ ഒരു രുചിയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. നല്ലൊരു ബിരിയാണി പ്രേമിക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് ജിബിനാസ് കഫേ. ബിരിയാണി ആസ്വദിച്ച് കഴിക്കുന്ന തിരക്കിലാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഇതിനിടെ ബിരിയാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തൗഫീഖ് ഞങ്ങളോട് ചോദിച്ചറിയുന്നുണ്ട്. ഇവിടെ നിന്നുള്ള രാത്രിയിലെ വിമാനത്തിൻ്റെ ലാൻഡിംഗ് കാഴ്ചയും മനോഹരം തന്നെ. ഭക്ഷണശേഷം ജിബിനാസ് കഫേയോടും തൗഫീഖിനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു.